ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കയ്യിലുള്ള 500ഉം 1000 രൂപ നോട്ടുകളുമായി പരക്കം പായുകയാണ് പൊതുജനങ്ങൾ. കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും സാഹചര്യത്തെ വിശദീകരിച്ചാണ് ഈ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഒരു നല്ല മാറ്റത്തിനാണ് ഈ നടപടിയെന്ന ആശ്വാസത്തിലാണ് രാജ്യം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ജനജീവിതത്തെ ബാധിച്ചു. ഒറ്റ രാത്രി കൊണ്ടാണ് രാജ്യത്തെ 500, 1000 നോട്ടുകൾ അസാധുവാക്കിയുള്ള പ്രഖ്യാപനം നിലവിൽ വന്നത്. 1000, 500 രൂപ നോട്ടുകൾ റദ്ദാക്കിയ നരേന്ദ്രമോദിയുടെ നടപടി തട്ടിപ്പാണെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് ജില്ലാ സമ്മേളനം കോഴിക്കോട്ട്. ശബരിമല നിയുക്ത മേൽശാന്തിക്ക് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം. നവംബർ 8 അർദ്ധരാത്രി മുതൽ രാജ്യത്ത് 500, 1000 രൂപ നോട്ടുകൾ നിർത്തലാക്കിയെന്ന പ്രഖ്യാപനമാണ് ജനത്തെ ആശങ്കയിലാക്കിയത്. നിലവിലുണ്ടായിരുന്ന 1000, 500 രൂപ നോട്ടുകൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ അസാധുവാക്കിയതോടെ ജനം ആശങ്കയിലായി. അഴിമതിയും കള്ളപ്പണവും കള്ളനോട്ടും തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച രാത്രിയോടെയാണ് പ്രഖ്യാപനം നടത്തിയത്. പകരം 500ന്റെയും 2000ന്റെയും പുതിയ നോട്ടുകൾ വ്യാഴാഴ്ച മുതൽ ലഭ്യമാക്കുമെന്നും ഇപ്പോഴുള്ള 100, 50, 10, 5 നോട്ടുകൾ പ്രാബല്യത്തിൽ തുടരുമെന്നും പറഞ്ഞു. എന്നാൽ പ്രഖ്യാപനം വന്ന ശേഷം മുതൽ തന്നെ ATM കൌണ്ടറുകളിലും പെട്രോൾ പമ്പുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചിലയിടങ്ങളിൽ ഇത് തർക്കങ്ങൾക്കും വഴിയൊരുക്കി. പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും 1000ന്റെയും 500ന്റെയും നോട്ട് മാറ്റിയെടുക്കാമെന്ന നിർദ്ദേശം ജനങ്ങൾക്ക് ആശ്വാസമായെങ്കിലും 2 ദിവസം ബാങ്കുകളും ATMകളും പ്രവർത്തിക്കാത്തത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ മുതൽ തന്നെ ബാക്കി തുക നൽകുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും മറ്റു നോട്ടുകളുടെ ദൌർലഭ്യം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മാക്സിമം നമ്മുടെ കയ്യിലുള്ള ചേഞ്ചുകൾ ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആളുകൾ 1000ന്റെയും 500ന്റെയും രൂപകൾ മാറ്റാമെന്നുള്ള കണക്കാക്കിയിട്ട് വന്നിട്ട് സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാം. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, അവിടെ ചേഞ്ചില്ല, 500 നോട്ട് സ്വീകരിക്കുന്നില്ല. 100ന്റെ ആണെങ്കിലും 50ന്റെ ആണെങ്കിലും ഓക്കെ, 500, 1000 സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാൻ വരുന്നു, തൃശ്ശൂർ സ്റ്റേഷനിൽ വെച്ചിട്ട് അനുഭവം ഉണ്ടായി. ഒരുപാട് ഫസ്റ്റ് വണ്ടി പോയി, രണ്ടാമത്തെ വണ്ടിക്കാണ് കയറി വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ കോഴിക്കോട് ഇപ്പോൾ മാത്രമാണ് എന്തോ ഭാഗ്യത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ ബസ് യാത്രയ്ക്ക് ഗുണകരമായി. ATMകളും പ്രവർത്തനം നിലച്ചതോടെ ആഹാരത്തിന് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ ജനം ബുദ്ധിമുട്ടി. വലിയ നോട്ടുകൾ മാറിയെടുക്കുന്നതിന് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ ജനങ്ങൾ കണ്ടത് ഈ ബോർഡാണ്. യാതൊരു ഇടപാടും നടക്കാതെ പോസ്റ്റ് ഓഫീസ് കൌണ്ടറുകളും കസേരകളും കാലിയായിരുന്നു. ഇന്ധനം നിറയ്ക്കാനായി പമ്പുകളിലെത്തിയ ജനങ്ങൾ പെട്രോൾ അടിച്ച് ചില്ലറ ബാക്കി കിട്ടാതെ വലഞ്ഞു. ചില്ലറ ക്ഷാമം മൂലം മുഴുവൻ തുകയ്ക്കും ഇന്ധനം നിറച്ച് തൃപ്തിയടയേണ്ടി വന്നു ജനങ്ങൾക്ക്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ATMകളും ബാങ്കുകളും പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കോഴിക്കോട് ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 24, 25, 26, 27 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുന്ന ജോയിന്റ് കൌൺസിൽ 40ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് കോഴിക്കോട്ട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും പരിമിതപ്പെടുത്തുകയും നവ ലിബറൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരുകളുടെ തിരിച്ചടികളെ പ്രതിരോധിക്കാൻ സർവീസ് സംഘടനകളെ ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1000, 500 രൂപ നോട്ടുകൾ റദ്ദാക്കിയ നരേന്ദ്രമോദിയുടെ നടപടി തട്ടിപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല. 8:13 അദ്ദേഹം പറഞ്ഞു 500 വായ്പയും പോയി,
100, 1000, 500 പോയി എന്നതല്ല, ഒരു വലിയ അത്ഭുതം നടന്നു എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ്. കള്ളപ്പണത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണിത് എന്നാണ്. ജില്ലാ പ്രസിഡന്റ് അനിൽ ചുക്കോത്ത് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ CP മണി രക്തസാക്ഷി പ്രമേയവും കെ രഞ്ജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, അഹമ്മദ് കുട്ടി കുന്നത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഴിഞ്ഞിലം പാറമ്മൽ അയ്യപ്പ സേവാ സമിതി വർഷം തോറും അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുവശം നടത്തിവരുന്ന അന്നദാന മഹോത്സവത്തിന്റെ കാൽനാട്ടുകർമ്മം ശബരിമല നിയുക്ത മേൽശാന്തി തെക്കുംപുറത്ത് മനയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. 2013 നവംബർ 16 തീയതി ആരംഭിച്ച അഴിഞ്ഞിലം പാറമ്മൽ അയ്യപ്പ സേവാ സമിതിയുടെ പ്രവർത്തനം 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടത്തുന്ന അന്നദാന മഹോത്സവത്തിന്റെ ഇത്തവണത്തെ പന്തൽ നാട്ടുകർമ്മം നിയുക്ത ശബരിമല മേൽശാന്തി തെക്കുംപുറത്ത് മനയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. പൂർണ്ണ കുംഭത്തോടുകൂടിയാണ് അദ്ദേഹത്തെ പരിപാടി സ്ഥലത്തേക്ക് ആനയിച്ചത്. ലോകസമാധാനത്തിനു വേണ്ടിയും ലോകശാന്തി എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ മാളികപ്പുറത്തമ്മ ദേവിലോമാതാവിനോടും എല്ലാവർക്കും വേണ്ടി ഈ അയ്യപ്പദാസൻ പ്രാർത്ഥിച്ചു കൊള്ളാം. അതുപോലെ തന്നെ എല്ലാ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളും എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും കൂടി എല്ലാവരും ശബരിമലയിലേക്ക് വരികയും അതുപോലെ ക്ഷേത്ര ദർശനം നടത്തി എല്ലാവർക്കും പൂർണ്ണമായ അനുഗ്രഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. സ്വാമിയെ ശരണമയ്യപ്പ. കഴിഞ്ഞ വർഷവും അന്നത്തെ ശബരിമല മേൽശാന്തിയായിരുന്ന ശങ്കരൻ നമ്പൂതിരിയായിരുന്നു അന്നദാന പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചത്. 3 ലക്ഷത്തോളം അയ്യപ്പന്മാർക്ക് ആതിഥ്യമരുളുവാനാണ് അന്ന് സാധിച്ചത്. നവംബർ 16 രാവിലെ 9 മണിക്ക് കോഴിക്കോട് സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ ശബരിമല തീർത്ഥാടകർക്കായുള്ള അന്നദാന മഹോത്സവം സമർപ്പിക്കും. 4 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടന കാലത്ത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നടക്കുന്ന അന്നദാനത്തിലേക്ക് ഇത് 3ാം തവണയാണ് സാമൂതിരി രാജ അന്നദാന സമർപ്പണം നടത്തുന്നത്. ചടങ്ങിൽ ചെയർമാൻ ദാമോദരൻ മഞ്ചക്കൽ, പ്രസിഡന്റ് രാജീവ്, ജനറൽ കൺവീനർ സന്തോഷ് ക്ലാസിക്, സെക്രട്ടറി ശ്രീരാജ്, സജു മംഗലത്ത് എന്നിവർ സംബന്ധിച്ചു. ശബരിമല നിയുക്ത മേൽശാന്തി തെക്കുംപുറത്ത് മനയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മലബാർ ദേവസ്വം ബോർഡ് സ്വീകരണം നൽകി. ബോർഡ് പ്രസിഡന്റ് സന്ദീപ് മാറോലി ഉപഹാരം സമർപ്പിച്ചു. ശബരിമല നിയുക്ത മേൽശാന്തി തെക്കുംപുറത്ത് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മലബാർ ദേവസ്വം ബോർഡ് സ്വീകരണം നൽകി. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്നും ആദ്യമായി ശബരിമല മേൽശാന്തിയായി നിയമിതനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ബോർഡ് പ്രസിഡന്റ് സന്ദീപ് മാറോളി ഉപഹാരം സമർപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ചന്ദ്രശേഖരൻ പൊന്നാടി അണിയിച്ചു. തുടർന്ന് അദ്ദേഹം മറുപടി പ്രസംഗവും നടത്തി. നമ്മുടെ ദേവസ്വം ബോർഡിൽ നിന്നും ശബരിമലയിലേക്കും അതുപോലെ തന്നെ ഗുരുവായൂരിലേക്കും ഒക്കെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തി ശബരിമലയിലെ മേൽശാന്തിയാവുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ്, അല്ലാണ്ട് ഞാൻ ചെയ്തു വെച്ച സുബ്രതമൊന്നുമല്ല. ബോർഡ് കമ്മീഷണർ KK മുരളി, ഡെപ്യൂട്ടി കമ്മീഷണർ TP ദേവി, ആനന്ദകൃഷ്ണഗൌഡ, സുരേന്ദ്രൻ, മുകുന്ദൻ മാസ്റ്റർ, സരള ടീച്ചർ, ബാലൻ തുടങ്ങിയവരും ബോർഡ് ജീവനക്കാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KP കേശവ മേനോൻ 38ാം ചരമവാർഷിക ദിനാചരണവും സെമിനാറും ഗാന്ധിഗൃഹം ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി ഡോക്ടർ V സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളുടെ നിയന്ത്രണം അനിവാര്യമോ എന്ന സെമിനാറിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മോഡറേറ്ററായിരുന്നു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗ്രന്ഥകാരനും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന KP കേശവ മേനോന്റെ 38ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സെമിനാറും സംഘടിപ്പിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനം ഡോക്ടർ V സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് C കൃഷ്ണൻ മൂസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി VK ബാലകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. മാധ്യമങ്ങളുടെ നിയന്ത്രണം അനിവാര്യമോ എന്ന സെമിനാറിൽ NP രാജേന്ദ്രൻ വിഷയാവതരണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മോഡറേറ്ററായിരുന്നു. മാതൃഭൂമി പീരിയോഡിക്കൽസ് എഡിറ്റർ ഇൻചാർജ് MP ഗോപിനാഥ്, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ് എന്നിവർ പങ്കെടുത്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് T ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. അതിഥി എസ് നമ്പൂതിരിയുടെ കേസിൽ പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച സംഭവിച്ചുവെന്ന് കുടുംബാംഗങ്ങൾ. കേസിൽ സത്യസന്ധവും നീതിഭദ്രവുമായി വിധി ഉണ്ടാകുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് തെളിയിച്ചു വാദിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ തീരെ കഴിഞ്ഞിട്ടില്ല. അച്ഛന്റെയും അമ്മയുടെയും പീഡനമേറ്റ് മരണപ്പെട്ട അതിഥിയുടെ കേസിന്റെ വിധിയിൽ പ്രോസിക്യൂഷനും പോലീസിനും വൻ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കുടുംബാംഗങ്ങൾ. അതിഥിക്കെതിരെ ഉണ്ടായ ക്രൂരമായ പീഡനങ്ങളോ അതിനാലുണ്ടായ മാരകമായ മുറിവുകളോ തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലാത്തതാണ് ശിക്ഷ ചുരുങ്ങിപ്പോവാൻ കാരണമെന്നും വീട്ടുകാർ കുറ്റപ്പെടുത്തി. ശരീരത്തിലുണ്ടായ നിരവധി മുറിവുകളാണ് മരണകാരണമെന്ന മെഡിക്കൽ വിഭാഗത്തിന്റെ നിഗമനം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തുവാൻ പോലീസിന്റെ കുറ്റപത്രത്തിലൂടെയും പ്രോസിക്യൂഷൻ വാദത്തിലൂടെയും കഴിഞ്ഞിട്ടില്ല എന്ന് വിധി വന്നപ്പോൾ ബോധ്യപ്പെടുകയാണ്. സത്യസന്ധവും നീതിഭദ്രവുമായ വിധിയുണ്ടാകുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേവായൂർ സബ് ജില്ലാ ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേള ശ്രദ്ധേയമായി. മേളയിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. ടൌൺ പ്ലാനിംഗ് പ്രൊപ്പോഷനുകളാണ് മേളയെ വ്യത്യസ്തമാക്കിയത്. ചേവായൂർ സബ് ജില്ലാ ശാസ്ത്ര സാമൂഹ്യശാസ്ത്രമേള ഇത്തവണ ഏറെ ശ്രദ്ധേയമാകും വിധമാണ് നടന്നത്. മേളയുടെ 2ാം ദിനത്തിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓരോ ഇനത്തിലും വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നത്. മേളയിൽ ഓരോ വിഭാഗത്തിലും ഉയർത്തിപ്പിടിക്കുന്നത് ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടന്ന മത്സരം ഏറെ വ്യത്യസ്തമായിരുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എത്തിയിരുന്നത്. നിലവിൽ റോഡിന്റെ വീതി കൂട്ടുക എന്നത് അസാധ്യമാണ്. അതിനു പകരം സിഗ്നലുകളില്ലാതെ വൺ വേ റോഡുകളുടെ പ്ലാനാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റൊന്ന് കനോലി കനാലിനെ ഉപയോഗപ്പെടുത്തി ഗതാഗതക്കുരുക്കിനെ നിയന്ത്രിക്കുന്ന മോഡലായിരുന്നു. ഒപ്പം തന്നെ മോണോറെയിലും കൃത്യമായ പ്ലാനോടെ ഒരുക്കിയിട്ടുണ്ട്. ഇവ കൂടാതെ പ്രാചീന ശിലായുഗത്തിലെ ഗ്രാമങ്ങളും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് പകർന്നത്. സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും സെന്റ് ഫിലോമിനാസിലും നടന്ന മേളകളിൽ 72ഓളം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊടുവള്ളി ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടുവള്ളി ഉപജില്ല ശാസ്ത്ര ഗണിത സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള മടവൂർ AIP സ്കൂളിൽ നടന്നു. സമാപന സമ്മേളനം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CT വനജ ഉദ്ഘാടനം ചെയ്തു. നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വബിത അധ്യക്ഷം വഹിച്ചു. മടവൂർ AIP സ്കൂൾ ഹെഡ്മാസ്റ്റർ M അബ്ദുൾ അസീസ്, കൊടുവള്ളി AEO മുഹമ്മദ് അബ്ബാസ് എന്നിവർ സംബന്ധിച്ചു. കൊടുവള്ളി നഗരസഭ ചെയർപേഴ്സൺ ഷെരീഫ കണ്ണാടിപ്പൊയിൽ സമ്മാനദാനം നിർവഹിച്ചു. ഷംസിയ മലയിൽ, വി ഷക്കീല ടീച്ചർ, സിന്ധു മോഹൻ, ശശി ചക്കാലക്കൽ, സാബിറ മൊടയാനി, AP നസ്തർ എന്നിവർ സംബന്ധിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൽ ഹമീദ് മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. MC ഇസ്മയിൽ മാസ്റ്റർ, ഗഫൂർ മാസ്റ്റർ, അലി മാസ്റ്റർ, ബിജു, ഷബിയ, അംബുജം എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിൽ വ്യാപകമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടത്തിയതായി ആക്ഷേപം. ഷെയർ ഹോൾഡേഴ്സ് ആക്ഷൻ കമ്മിറ്റിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. നാളികേര വിലയിടിവിന് പരിഹാരമായി കർഷകരുടെ നേതൃത്വത്തിൽ കമ്പനി രൂപീകരിച്ച് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നടത്തി വിതരണത്തിന്റെ കുത്തക കർഷകരിൽ തന്നെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ നാളികേര വികസന ബോർഡിന്റെ താൽപര്യാർത്ഥമാണ് കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചത്.
കമ്പനി ഇപ്പോൾ വൻ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഷെയർ ഹോൾഡേഴ്സ് ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 പേര് ഒപ്പിട്ടിട്ടും 3 പേര് അറിവോടെ മാത്രമേ നമ്മൾ കമ്പനി SBI അക്കൗണ്ടിൽ നിന്ന് സാമ്പത്തികം പിൻവലിക്കാൻ പാടുള്ളൂ. ഇതൊന്നും അവർ പാലിക്കാതെയാണ് എല്ലാ കമ്പനി പ്രവർത്തനവും ഇതുവരെ ഒരു കൊല്ലമായിട്ട് നടന്നതും ഇപ്പം നടക്കുന്നത്. കമ്പനി ചെയർമാൻ, ഡയറക്ടർ എന്നിവർ ചേർന്ന് കമ്പനി അക്കൗണ്ടിൽ വൻ തിരിമറി നടത്തുകയും സാമ്പത്തിക ക്രമക്കേടിന്റെ ഭാഗമായി ഏതാണ്ട് 44 ലക്ഷം രൂപ പിൻവലിച്ച് ആ തുകയ്ക്ക് വേണ്ടപ്പെട്ടവരുടെ പേരിൽ അനധികൃതമായി കമ്പനിയിൽ ഓഹരിയെടുക്കുകയും ചെയ്തിരിക്കുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. കമ്പനി ഭരണത്തിൽ ഭാവിയിൽ ആരും കൈകടത്താതിരിക്കാൻ വേണ്ടി അനധികൃതമായി തന്നെ കമ്പനി ബൈലയിൽ വേണ്ടപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയതായും ഇവർ പറയുന്നു. തിരിമറി നടത്തിയ പണം ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ഓഹരി അടച്ചു തീർത്ത മൂലധനമായി പരിഗണിച്ച് വ്യാജരേഖ ചമച്ച് സർക്കാരിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഗ്രാന്റ് കൂടി കമ്പനി നേടിയെടുത്തിരിക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ കൂടി സ്വന്തം കീശയിലാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി അധികാരികളെന്നും ഓഹരി ഉടമകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ഇവർ പരാതിപ്പെടുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതൃത്വം അറിയിച്ചു. 10 രാവിലെ ടാഗോർ ഹാളിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ് പ്രതിനിധി സമ്മേളനവും 12 കടപ്പുറത്ത് പൊതുസമ്മേളനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം 10 തീയതി മുതൽ 12 വരെ കോഴിക്കോട്ടെ വിവിധ വേദികളിൽ നടക്കും. രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉയർത്തുക എന്ന മുദ്രാവാക്യമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. സമ്മേളനത്തോടെ യൂത്ത് ലീഗ് തലമുറ മാറ്റമുണ്ടാകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി പറഞ്ഞു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് 9 തീയതി വൈകിട്ട് 3 കടപ്പുറത്ത് സാദിഖ് അലി പതാക ഉയർത്തും. 10 രാവിലെ ടാഗോർ ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ ഇ അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫാസിസവും ദേശീയതയും എന്ന വിഷയത്തിൽ വെങ്കടേഷ് രാമകൃഷ്ണനും മതവും ബഹുസ്വരതയും എന്ന വിഷയത്തിൽ പ്രൊഫസർ AK രാമകൃഷ്ണനും പരിസ്ഥിതിയും വികസനവും എന്ന വിഷയത്തിൽ KK ബാബുരാജും ന്യൂനപക്ഷ രാഷ്ട്രീയ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ MK മുനീറും പ്രസംഗിക്കും. 11 രാവിലെ 9 മലബാർ ചേംബർ ഹാളിൽ പൂർവ്വ നേതൃസംഗമം നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്യും. 3 ടൌൺ ഹാളിൽ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ഐക്യം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 7 ലീഗ് ഹൌസിൽ പ്രവാസി സംഗമം നടക്കും. സമാപന ദിവസമായ 12 കടപ്പുറത്ത് പൊതുസമ്മേളനം നടക്കും. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായിരിക്കും. തച്ചോളി യോധനന്റെ ജീവിതം വരച്ചുകാട്ടി ഒഞ്ചിയം പ്രഭാകരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രം പൊയ്ത്ത് പ്രദർശനത്തിന് ഒരുങ്ങി. രാഗശ്രീ ക്രിയേഷൻസിന്റെ ബാനറിലാണ് 26 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം സജ്ജമാക്കിയിട്ടുള്ളത്. അക്ഷരങ്ങൾ അഗ്നിയാണെന്ന് ഉത്തമ ബോധ്യത്തോടെ കക്ഷി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ തുടർക്കഥകൾക്കിടയിൽ നിസ്സഹായരായ മലയാളികൾക്ക് മുമ്പിൽ തച്ചോളിയോധനന്റെ ജീവിതത്തിലൂടെ ഒരിക്കലും അവസാനിക്കാത്ത പടപ്പുറപ്പാടുകളുടെ കാഴ്ചകൾ വരച്ചുകാട്ടുകയാണ് ഒഞ്ചിയം പ്രഭാകരൻ രചനയും സംവിധാനവും നിർവഹിച്ച പൊയ്ത്ത് എന്ന ഹ്രസ്വചിത്രം. രാഗശ്രീ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുങ്ങിയ പൊയ്ത്ത് പ്രദർശനത്തിനൊരുങ്ങി. കാലങ്ങൾക്ക് ശേഷം വടക്കൻ പാട്ടിലൂടെ തച്ചോളിയോധനെ പറ്റി കേട്ട ഒരു കൊച്ചു ബാലൻ ആ വീരന്റെ ചരിത്രം പഠിക്കാനുള്ള കൌതുകവുമായി അവന്റെ അച്ഛനെ സമീപിക്കുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നതെന്ന് സംവിധായകൻ ഒഞ്ചിയം പ്രഭാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സുജു പ്രഭാകരനാണ് പൊയ്ത്തിന്റെ നിർമ്മാതാവ്. ശംഭു ശർമ്മയാണ് സിനിമോട്ടോഗ്രഫി. പുനലൂർ രവി മേക്കപ്പും മനു ആർട്ടും കൈകാര്യം ചെയ്യുന്നു. ദേവൻ കുമാരപുരമാണ് കോസ്റ്റ്യൂംസ്. ബിനിൽ ബി ബാബു അസോസിയേറ്റ് ഡയറക്ടറും സതീഷ് LP പ്രൊഡക്ഷൻ ഡിസൈനറുമാണ്. പ്രമോദ് കുന്നത്തുപാലമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. മധു കുരുക്കളുടെ നേതൃത്വത്തിൽ KPCGM കളരി സംഘമാണ് ആയോധന വിദ്യകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വർത്തമാനകാലത്ത് ഏറെ ശ്രദ്ധേയമായ പ്രമേയം അവതരിപ്പിക്കുന്ന ഈ ഹ്രസ്വചിത്രം നല്ല നിലയിൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. ചരിത്രപ്രസിദ്ധമായ രേവതി പട്ടത്താനം ഈ മാസം 12 നടക്കും. ചടങ്ങിൽ ഈ വർഷത്തെ കൃഷ്ണഗീതി പുരസ്കാരം കവി പൂനൂർ K കരുണാകരന് സമർപ്പിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച രേവതി പട്ടത്താനം ഈ വർഷം നവംബർ 12 ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 8 മണിക്ക് കൂടല്ലൂർ നമ്പൂതിരിപ്പാടി നിശ്ചയിക്കുന്ന വേദപണ്ഡിതനെ സാമൂതിരി രാജാവ് പണക്കിഴി നൽകി ആദരിക്കും. തുടർന്ന് ഘോഷയാത്രയായി തളി ക്ഷേത്രത്തിൽ നിന്നും തെളിയിച്ച ദീപനാളത്തിന്റെ അകമ്പടിയോടുകൂടി പട്ടത്താനം ശാലയിലേക്ക് പോകും. നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മനോരമ തമ്പുരാട്ടി പുരസ്കാരം തുറവൂർ വിശ്വംഭരന് സാമൂതിരി രാജാവ് നൽകും.
സമാപന സമ്മേളനത്തിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥി പങ്കെടുക്കും. ചടങ്ങിൽ കൃഷ്ണഗിരി പുരസ്കാരം പൂനൂർ കെ കരുണാകരനും ക്ഷേത്രകലാകാരനുള്ള കുട്ടിയേട്ടൻ രാജ പുരസ്കാരം കൃഷ്ണനാട്ടം വേഷം കലാകാരനായ BR കൃഷ്ണൻ നമ്പൂതിരിക്കും സാമൂതിരി രാജാവ് നൽകും. 10,000 രൂപയും കൃഷ്ണവിഗ്രഹവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ പണ്ഡിത ശ്രേഷ്ഠരായ കാഞ്ഞങ്ങാടി രവീന്ദ്രൻ മാസ്റ്റർ, CR കേരളവർമ്മ എന്നിവരെ ആദരിക്കും. തുടർന്ന് KC ചെറിയനുജത്തി തമ്പുരാട്ടിയുടെ പ്രഭാഷണവും ഗുരുവായൂർ ക്ഷേത്ര കലാനിലയം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടവും അരങ്ങേറും. റൈറ്റ് സൊല്യൂഷൻസ് ഇന്ത്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിമുക്ത ഭടന്മാരുടെ വിവിധ പ്രശ്നങ്ങളെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെയർമാൻ PV രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. വിമുക്ത ഭടന്മാരുടെ പെൻഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതോടൊപ്പം അവരുടെ കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്ന സ്ഥാപനമാണ് റൈറ്റ് സൊല്യൂഷൻസ് ഇന്ത്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. 14 വർഷമായി വടകരയ്ക്കടുത്താണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം. എക്സ് സർവീസുകാർക്കും അവരുടെ ആശ്രിതർക്കുമായി റൈറ്റ് സൊല്യൂഷൻസ് നടത്തിവരുന്ന കൺസൾട്ടൻസി സർവീസിന്റെ ഭാഗമായാണ് പെൻഷൻ സൊല്യൂഷൻസ് 2016 സംഘടിപ്പിച്ചത്. പെൻഷൻ സൊല്യൂഷൻസ് എന്ന ബോധവൽക്കരണ ക്ലാസ് കോഴിക്കോട് നളന്തയിൽ നടന്നു. ചെയർമാൻ PV രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. 2006 മുൻപും അതിനുശേഷവും സൈന്യത്തിൽ നിന്നും വിരമിച്ച 2.5 ലക്ഷം വിമുക്ത ഭടന്മാർക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും ബോധവൽക്കരണ പരിപാടിയിൽ സംബന്ധിച്ചു. അടിച്ചമർത്തപ്പെടുന്ന ദളിതന്റെ രോദനങ്ങൾ പ്രേക്ഷകർക്കും ആസ്വാദകർക്കും മുന്നിലെത്തിച്ച് കാവൽ ഭൂതം. കോഴിക്കോട് ടൗൺ ഹാളിൽ KV വിജേഷിന്റെ സംവിധാനത്തിൽ NGO ആർട്സ് ആണ് നാടകം അവതരിപ്പിച്ചത്. ഉലയുന്ന സങ്കടങ്ങൾ പേറുന്ന ദളിതന്റെ നോവുകളുമായി കാവൽഭൂതം ഇറ്റുവീഴുന്ന പെണ്ണിന്റെ കണ്ണീർത്തുള്ളികളും അടിച്ചമർത്തപ്പെടുന്ന ദളിതന്റെ രോദനങ്ങളുമായി ഹൃദയം പിളരുന്ന കാഴ്ചകൾ സമ്മാനിച്ച് ടൗൺ ഹാളിലാണ് നാടകം അരങ്ങേറിയത്. NGO ആർട്സ് ആണ് C. അയ്യപ്പന്റെ കഥ അരങ്ങിലെത്തിച്ചത്. കോഴിക്കോട് സെക്യുലർ ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് നാടകം അവതരിപ്പിച്ചത്. കാലങ്ങൾക്ക് മുമ്പ് വലിയ വീടുകളിൽ വീട്ടുപണി ചെയ്ത ദളിതന്റെ ദുരവസ്ഥയും നാടകം വരച്ചിടുന്നുണ്ട്. ഏതു കാലത്തും എവിടെയും പെണ്ണിന് നേരെയുള്ള ചൂഷണം പെരുകുകയാണ്. ചൂഷണത്തിനിരയായ ഒരമ്മയുടെ മകനായ ശങ്കുണ്ണിയുടെ ജീവിത ദുരന്തമാണ് നാടകത്തിലുള്ളത്. അമ്മയെ നോവിക്കുന്ന സ്വന്തം പിതാവിനെ അവന് കൊല്ലേണ്ടി വരുന്നു. കൊലയും വഞ്ചനയും ദളിതർ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ വരച്ചുകാട്ടി 40 മിനിറ്റോളം നീളുന്നതാണ് നാടകം. KV വിജേഷാണ് നാടകത്തിന്റെ സംവിധാനം. ഗിരീഷ് മണ്ണൂർ, ബബിത, കുമാർ പാലത്ത്, ശോഭ, രവിശങ്കർ, ഷാജി, അനിൽകുമാർ, മഷൂദ്, ഹരീഷ് എന്നിവരാണ് അഭിനേതാക്കൾ. പപ്പൻ പന്തീരാങ്കാവ്, കുഞ്ഞൻ ചേളന്നൂർ എന്നിവരാണ് സംഗീതം. നാടകാവതരണത്തിന് മുന്നോടിയായി C. അയ്യപ്പന്റെ കഥകളെക്കുറിച്ച് പ്രഭാഷണവും നടത്തി. ഗുലാബ് ജൻ അധ്യക്ഷനായി. ദിലീപ് രാജ്, NV മനോജ്, V. ബിനോയ്, M. പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപം ആരംഭിച്ച മദ്യഷോപ്പ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അടച്ചുപൂട്ടി. മദ്യഷോപ്പ് വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 36 ദിവസമായി നടന്നുവന്ന സമരത്തെ തുടർന്നാണ് വിദേശ മദ്യഷോപ്പ് അടച്ചുപൂട്ടിയത്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപം അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന വിദേശ മദ്യഷാപ്പ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അടച്ചുപൂട്ടി. മദ്യഷാപ്പ് വിരുദ്ധ ജനകീയ സമിതി ഒക്ടോബർ 2 മുതൽ 36 ദിവസമായി നടത്തിവന്നിരുന്ന സമരത്തെ തുടർന്നാണ് മദ്യഷാപ്പ് അടച്ചുപൂട്ടിയത്. 10-ാം തീയതി വരെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ 11-ാം തീയതി കാലത്ത് MK രാഘവൻ MP മദ്യഷാപ്പിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് 8-ാം തീയതി വൈകിട്ട് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പക്ഷേ ഇനിയും അതേ കെട്ടിടത്തിൽ ഉചിത ശ്രമങ്ങളിലൂടെ വീണ്ടും മദ്യവുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ നടന്നേക്കുമോ എന്ന ഭീതിയിലാണ് മദ്യഷാപ്പ് വിരുദ്ധ ജനകീയ സമിതി എന്നുള്ളതുകൊണ്ടാണ് മദ്യവുമായി ബന്ധപ്പെട്ട വല്ല വ്യാപാരത്തിനും ഏതെങ്കിലും ഭാഗത്തുനിന്ന് മേലിൽ ശ്രമങ്ങളുണ്ടായാൽ ശക്തമായ പോരാട്ടത്തിനിറങ്ങുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മാമ്പുഴയുടെ പുറമ്പോക്ക് ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതിൽ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ പെരുവയൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. മാമ്പുഴയുടെ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിൽ പെരുവയൽ പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ BJP പ്രവർത്തകർ പെരുവയൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഇനി ഈ പഞ്ചായത്തിലെയോ തൊട്ടടുത്ത പഞ്ചായത്തിലെയോ മാത്രം വിഷയമല്ല, കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിഷയമായി ഉയർന്നു വന്നിട്ട് ഏതാണ്ട് 6 വർഷക്കാലമായി. രാജീവൻ, ബിജു കല്ലട,
പരിസ്ഥിതി പ്രവർത്തകൻ KP അബ്ദുൽ ലത്തീഫ്, തണത്തിൽ ചക്രായുധൻ തുടങ്ങി നിരവധി പ്രമുഖർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി ധനസമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി ബേപ്പൂർ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. KV ശിവദാസൻ കൺവീനറായാണ് കമ്മിറ്റി നിലവിൽ വന്നത്. ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് നവംബർ 19 തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ജില്ലാ കളക്ടർ ചീഫ് കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് സ്നേഹസ്പർശത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വൃക്കരോഗികൾക്ക് ഡയാലിസിസിനും മറ്റ് പരിശോധനകൾക്കുമായി സൗജന്യ സേവനം നൽകുന്നതിനാണ് സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി രൂപീകരിച്ചത്. നിലവിൽ 1000-ലധികം രോഗികൾക്ക് ഇതിന്റെ സേവനം ലഭ്യമാണ്. പ്രതിമാസം 14 മുതൽ 17 ലക്ഷം രൂപ വരെ പദ്ധതിക്കായി വേണ്ടിവരുന്നു. ഇതിലേക്കാണ് നവംബർ മാസത്തിൽ ധനസമാഹരണ യജ്ഞം നടത്തുന്നത്. ബേപ്പൂർ മേഖലയിലെ ധനസമാഹരണത്തിന് തുടക്കം കുറിച്ച് KV ശിവദാസൻ കൺവീനറായി മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. നവംബർ 19 നവംബർ 23 2 ഘട്ടങ്ങളിലായി വീട് കയറി ധനസമാഹരണം നടത്തും. മൂന്നാം ഘട്ടമായി നവംബർ 27 റെസീറ്റ് നൽകിയും വിഭവ സമാഹരണം നടത്തും. മേഖലാ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പേരോത്ത് പ്രകാശൻ അധ്യക്ഷനായി. സ്നേഹസ്പർശം കോർഡിനേറ്റർ ശ്രീരാജ്, എക്സിക്യൂട്ടീവ് മെമ്പർ സുബേർ, K വിശ്വനാഥൻ, KS ഭീഷ്മർ എന്നിവരും കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻകാരോടുള്ള അവഗണനയ്ക്കെതിരെ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മാനഞ്ചിറ കിഡ്സം കോർണറിൽ ധർണ നടത്തി. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. സിറ്റി പ്രസിഡന്റ് V സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അഡ്വിൻ മണിയമ്പ്രത്ത്, സംഘടനയുടെ ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ M ധർമ്മജൻ, TP ഉണ്ണിക്കുട്ടി, KC രാജേന്ദ്രൻ, PM രാജൻ ബാബു, സിറ്റി സെക്രട്ടറി NP കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ദി മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹേർട്ട്ഫുൾ മെഡിറ്റേഷൻ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തിരുപ്പൂർ ഏഷ്യ പസഫിക് ഇന്റർനാഷണൽ CEO N പ്രകാശ് ക്ലാസുകളെടുത്തു. CMA പ്രസിഡന്റ് അനിൽകുമാർ M മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് M നിത്യാനന്ദ കമ്മത്ത്, രാമചന്ദ്ര മിഷൻ ജനറൽ സെക്രട്ടറി N പ്രകാശ്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ട്രഷറർ M ഖാലിദ്, CMA സെക്രട്ടറി അനിൽ ബാലൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ജനജീവിതത്തെ ബാധിച്ചു. ഒറ്റ രാത്രി കൊണ്ടാണ് രാജ്യത്തെ 500, 1000 നോട്ടുകൾ അസാധുവാക്കിയുള്ള പ്രഖ്യാപനം നിലവിൽ വന്നത്. 1000, 500 രൂപ നോട്ടുകൾ റദ്ദാക്കിയ നരേന്ദ്രമോദിയുടെ നടപടി തട്ടിപ്പാണെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് ജില്ലാ സമ്മേളനം കോഴിക്കോട്ട്. ശബരിമല നിയുക്ത മേൽശാന്തിക്ക് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.